കോവിഡിനെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തി ശ്രദ്ധേയനാവുകയാണ് ഖത്തറിലെ മലയാളി ബിസിനസ് പ്രമുഖനായ ഉള്ളാടത്ത് അബ്ദുള്ള. ലോകത്തെ മുഴുവൻ രാജ്യങ്ങളിലെയും ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും അതത് ദിവസത്തെ കോവിഡ് കണക്കുകൾ കൃത്യമായി ശേഖരിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നു. 35 വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെ 6000-ലധികം പേർക്ക് എല്ലാ ദിവസവും കോവിഡുമായി ബന്ധപ്പെട്ട വാർത്തകളും ബോധവൽക്കരണ സന്ദേശങ്ങളും അയച്ചു നൽകുന്നു. ഇങ്ങനെ വൈറസിനെതിരെ പൊരുതാൻ സ്വന്തമായി തന്നെ ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ് ഉള്ളാടത്ത് അബ്ദുള്ള. കോവിഡ് കാലത്ത് നമ്മൾ എന്തെടുക്കുകയായിരുന്നുവെന്നൊരു ചോദ്യം വന്നാൽ പലർക്കും കൃത്യമായ ഉത്തരമുണ്ടായെന്ന് വരില്ല. പക്ഷേ എൻ്റെ കൂടെയുള്ള ദോഹ ആസ്ഥാനമായ കേരള ഫുഡ് സെൻറ്റർ ഡയറക്ടർ കൂടിയായ ഉള്ളാടത്ത് അബ്ദുള്ളയ്ക്ക് കൃത്യവും സ്പഷ്ടവുമായ ഉത്തരമുണ്ട്. KFC അബ്ദുള്ളക്ക എന്ന് പറഞ്ഞാലാണ് ദോഹക്കാർ അറിയുക. ഭക്ഷ്യവസ്തുക്കളുടെ മൊത്ത വിതരണമാണ് ബിസിനസ്സെങ്കിലും ദോഹയിലും കേരളത്തിലുമായുള്ള 6000-ലധികം പേർ ഇപ്പോൾ ഇദ്ദേഹത്തെ കാത്തിരിക്കുന്നത് കോവിഡ് തത്സമയ വിവരങ്ങൾക്കായാണ്. കാരണം അബ്ദുള്ള കോവിഡിൻ്റെ കാര്യത്തിൽ ഒരു എൻസൈക്ലോപീഡിയയാണ്. കാരണം ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 150 കേസാണ് കേരളത്തിലുള്ളത്. അത് സെക്കൻഡ് ലോക്ക്ഡൗൺ എത്തുമ്പോൾ 357, തേർഡ് ലോക്ക്ഡൗണിൽ 500, ഫോർത്ത് ലോക്ക്ഡൗണിൽ 602. എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് 3 കണക്കാണ്. ഒന്ന് വേൾഡ്, പിന്നൊന്ന് ഇന്ത്യ, പിന്നൊന്ന് കേരള. ഇതാണ് കേരളത്തിൻ്റെ ഇപ്പം ഇന്നലത്തെ കണക്ക്. ഇന്നത്തേത് ഇപ്പോൾ ആയിട്ടില്ല. ഇത് ഇന്നലത്തെ കണക്കാണ്. ഇത് ഇന്ത്യൻ്റെ ഇന്നലത്തെ കണക്കാണ്. ഇത് 14. ആ കൂടി ഇന്ത്യൻ്റെ മുകളിൽ തന്നെ അതിൻ്റെ ഗൾഫിൻ്റെ കൃത്യമായിട്ട് ഗൾഫിൻ്റെ ഒന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വേൾഡിൻ്റെത് തൊട്ടടുത്ത് ഇതിൽ വേൾഡിൻ്റെ ഉണ്ടോ. ഇപ്പോൾ എത്തി നിൽക്കുന്നത് 213 രാജ്യങ്ങളും 2 ഷിപ്പുമാണ്. വിവരങ്ങൾ കൃത്യമായി സൂക്ഷിക്കുന്നതിനാൽ തന്നെ കണക്കുകളിൽ കൃത്രിമത്വം കാണിക്കുന്നവരെ കൃത്യമായി പിടികൂടും. പെറു, സ്വീഡന്, പിന്നെ ഇതൊക്കെ സ്ഥിരമായിട്ട് കംപ്ലൈൻ്റ് ഉള്ള ആളുകളെ ഈ 3955 മരണം അവരെന്താക്കിയിട്ടുണ്ട്, ഒഴിവായി കളഞ്ഞിട്ടുണ്ട്. അവർ ആ മരണമുണ്ട് 25,648 അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ കൊടുത്തത് എന്തുകൊണ്ടാണ്? അവർ ഇന്നലത്തെ തലേന്നത്തെ ബാക്കിയിലേക്ക് കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇന്നത്തേലും മരണം കാണിക്കില്ല. അതെല്ലാവരും കളിക്കുന്നുണ്ട്. അത്യാവശ്യം കണക്കുകൾ മാത്രമല്ല, ഓരോ രാജ്യങ്ങളിലെയും കോവിഡ് വാർത്തകളും ശേഖരിക്കും. തീർന്നില്ല, കോവിഡിന് മാത്രമായി 35 വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലെല്ലാം കൂടി 6000-ലധികം പേർ. എല്ലാവരിലേക്കും ഓരോ ദിവസവും ഈ വിവരങ്ങൾ എത്തിച്ചു നൽകും. ഇടുക്കിയിലുള്ളൊരു മുഹമ്മദ് ഉനൈസ് എന്ന് പറയുന്നൊരു കക്ഷി കേരളത്തിലുള്ള എല്ലാ കളക്ടറേറ്റ്, ഹെൽത്ത്, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ PRD ആയിട്ട് കണക്ഷനുണ്ട്. ആ കണക്ഷൻ കൊണ്ട് കേരളത്തിലെ എല്ലാ PRDകളിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ട് അയാളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതാണ് ഇൻഫോ കേരള. ആ ഗ്രൂപ്പിലേക്ക് ആദ്യം എന്നിൽ നിന്ന് അവർ വാങ്ങിയിട്ട് അവർ നേരിട്ട് കൊടുക്കാറായിരുന്നു ഈ ഡാറ്റകൾ. അത് കഴിഞ്ഞ ശേഷം അവർ എന്നോട് പറഞ്ഞു, നിങ്ങളെ അഡ്മിൻ ആക്കി തരാം, എന്നിട്ട് നിങ്ങൾ നേരിട്ട് കൊടുത്തോളൂന്ന്. അങ്ങനെ അതിലിപ്പോൾ ഒരു 10 ഗ്രൂപ്പിൽ ഏകദേശം ഒരു 2500 ആളുകൾ അതിൽ തന്നെ ഉണ്ട്. അതിൽ അത്യാവശ്യം കേരളത്തിൻ്റെ എല്ലാ സ്ഥലത്തു നിന്നുള്ള ആളുകളുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതൊക്കെ ഗ്രൂപ്പുകളാണ്. പിന്നെ കോവിഡ് മാത്രമായിട്ടുള്ള വേറെ ഗ്രൂപ്പുണ്ട്. ഇതിപ്പോൾ കോവിഡ് അപ്ഡേറ്റ്സ്, ഇതിലൊരു 250ഓളം ആൾ ഇതിലുണ്ട്. ചൈനയിൽ രോഗം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ തന്നെ ജാഗ്രത തുടങ്ങിയിരുന്നുവെന്നതാണ് അബ്ദുള്ളയുടെ പോരാട്ടത്തെ സവിശേഷമാക്കുന്നത്. ഓൺലൈനിൽ വന്നൊരു ന്യൂസ് വായിച്ചു, ലോകത്തെ ശവപ്പറമ്പാക്കാൻ ഒരു വൈറസ് വരുന്നു, കൊറോണ. അപ്പോൾ ജനുവരി 13-നാണ് ഞാനത് വായിച്ചത്. രാത്രി 14 മുതൽ ഞാനിതിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെടുന്ന മുഴുവൻ സൈറ്റുകളെയും ഒരുമിച്ച് കൊണ്ടുവന്നു. ഇതിനെപ്പറ്റി പഠിച്ച് ഓരോ ദിവസവും ഇങ്ങനെ കൂടി വരികയാണ്. മാർച്ച് 1 കൂടിയിട്ട് ഖത്തറിൽ കുറച്ച് കൂടുതൽ ഒന്നിച്ച് വന്നപ്പോൾ അന്ന് ഞങ്ങളൊരു തീരുമാനമെടുത്തു, ഒരു 100 ദിവസത്തെ ക്വാറൻറ്റൈൻ. ഭക്ഷണ സാധനങ്ങളൊക്കെ അത്യാവശ്യം സ്റ്റോക്ക് ചെയ്തു. ആ സമയത്ത് വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ജനങ്ങളെ കംപ്ലീറ്റ് ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ട് ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങളും എടുത്ത് എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ കയ്യിലുള്ള എല്ലാ ഗ്രൂപ്പുകൾക്കും ഒക്കെ അയക്കാൻ തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അതിന് കുറച്ച് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെയാണ് കോവിഡിനെതിരായ പോരാട്ടത്തിൽ ഒരു പ്രസ്ഥാനമായി ഇദ്ദേഹം മാറുന്നത്. ബിസിനസ് കാര്യങ്ങൾ ദോഹയിലെ വീട്ടിലിരുന്നു തന്നെ നോക്കി നടത്തുന്നു. മക്കൾ സഹായത്തിനുമുണ്ട്. കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയായ ഉള്ളാടത്ത് അബ്ദുള്ള നാട്ടിലെയും മറുനാട്ടിലെയും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും നിറസാന്നിധ്യമാണ്. ദോഹയിൽ നിന്നും അഷ്റഫ് ഓമശ്ശേരിക്കൊപ്പം PC സൈഫുദ്ദീൻ, മീഡിയ 1.